ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് യേശു കർത്താവിനെ പത്രോസ് എങ്ങനെ തള്ളിപ്പറഞ്ഞു എന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ് നാം പഠിക്കാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 75 വാക്യം. എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. നമുക്കൊന്നും കൂടെ ആ വാക്യം പഠിക്കാം. എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. കർത്താവ് ശിഷ്യന്മാരും ഒലിവുമലയിലെത്തി. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, ഇടയനായി എന്നെ വെട്ടും, എന്നെ കൊല്ലുവാൻ കൊണ്ടുപോകും, കൂട്ടത്തിലെ ആടുകളെല്ലാം ചിതറിപ്പോകും. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഗലീലയിലേക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല. അവൻ മറ്റുള്ളവരെക്കാൾ തന്നെത്താനെ ഒരു ആത്മീയ അഹംഭാവം അവൻ്റെ ഉള്ളിലുണ്ടായില്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ കർത്താവ് പറഞ്ഞു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പോൾ പത്രോസ് അതങ്ങ് സമ്മതിക്കുന്നതിന് പകരമായിട്ട് പത്രോസ് വീണ്ടും പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. ശിഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നീട് കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിനെ പിടിച്ചു. അവർ കർത്താവിനെ മഹാപുരോഹിതനായ കയ്യഫായുടെയും ശാസ്ത്രിമാരുടെയും മൂപ്പന്മാരുടെയും കൂടിയിരുന്നിടത്ത് കൊണ്ടുപോയി. പത്രോസ് ദൂരവേ കർത്താവിനെ പിൻചെന്നു. മഹാപുരോഹിതൻ്റെ അരമനയുടെ അകത്ത് കടന്നു. കർത്താവിൻ്റെ അവസാനം കാണുവാൻ സേവന്മാരോട് കൂടെ നടുമുറ്റത്തിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടി ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കി തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെട്ടുമ്പോൾ മറ്റൊരുത്തി അവനോട്, ഇവനും നസ്രായനായ യേശുവിനോട് കൂടിയായിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളിപ്പറഞ്ഞു. ആദ്യം വെറുതെ തള്ളിപ്പറഞ്ഞു, രണ്ടാമത് ആണയോട് തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിൻ്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. നോക്കിക്ക്, ആദ്യം അവൻ തള്ളിപ്പറഞ്ഞു, രണ്ടാമത് ആണയോടുകൂടി തള്ളിപ്പറഞ്ഞു, മൂന്നാമത് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്ന യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് പത്രോസിൻ്റെ ആത്മീയ നിഗളം കാരണം അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല. എന്നാൽ പത്രോസ് തള്ളിപ്പറഞ്ഞു, ലജ്ജിക്കേണ്ടതായിട്ട് വന്നു. ആത്മീയ നിഗളം പാപമാണ്. രണ്ടാമതായിട്ട് പത്രോസ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇരുന്നത് കൊണ്ടാണ് തള്ളിപ്പറയുവാനിടയായത്. നാമും പാപികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കുവാൻ പാടില്ല. മൂന്നാമതായിട്ട് പത്രോസ് അനുതപിച്ചു. അവൻ ആ സ്ഥലത്തു നിന്ന് പുറത്തുപോയി ദുഃഖിച്ചു കരഞ്ഞു. നാലാമതായിട്ട് സ്നേഹവാനായ കർത്താവ് പത്രോസിനെ തള്ളിക്കളഞ്ഞില്ല. മറിച്ച് കർത്താവ് സ്നേഹത്തോടെ പത്രോസിനെ നോക്കി അവനെ യഥാസ്ഥാനപ്പെടുത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പരീക്ഷകളിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണം. ദുഷ്ടൻ്റെ കയ്യിൽ ഞങ്ങളെ വിടുവിക്കണം. കർത്താവിന് ഹിതകരമായിട്ട് ജീവിപ്പാൻ സഹായിക്കണം. ആത്മീയ നിഗളമില്ലാത്തവരായിട്ട് കർത്താവെ താഴ്മയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആകാത്ത സ്ഥലത്ത് ഇരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാം യേശുർത്താൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ ഉണ്ടാകും. അവിടെയും കൈ അമർത്തിയാൽ ആൻറ്റി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിയോ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും.
Okay, may God bless you all. Bye bye.